നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഉടനെ നടക്കാൻ പോകുന്ന സീറോ മലബാർ സഭാ മെത്രാൻ സിനഡിലേക്കാണ് വിശ്വാസികളുടെ എല്ലാവരുടെയും ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ. അവിടെയാണ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. സിനഡിൽ വൻ അട്ടിമറി നടക്കുമോ? സിനഡ് പിടിച്ചടക്കിക്കൊണ്ട് അട്ടിമറി ശ്രമത്തിന് മുതിരുന്ന ചില മെത്രാന്മാർ സിനഡ് മെത്രാന്മാരായിട്ട് ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പഞ്ചഭൂത മെത്രാന്മാർ സഭയെ വീണ്ടും കൈപ്പടിയിൽ ഒതുക്കുമോ എന്നുള്ളതാണ് വിശ്വാസിയുടെ ഇപ്പോഴത്തെ ആശങ്ക. മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കുവാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന പ്രസിദ്ധ പുരയിടം കാവൽക്കാരന് പാരിതോഷികമായി വരാൻ പോകുന്ന സിനഡിൽ മെത്രാൻ സ്ഥാനം കൽപ്പിച്ചരുളുമോ എന്നുള്ളതാണ് വിശ്വാസികളുടെ അടുത്ത ചോദ്യം. ഇത്രയും വലിയ കൊലച്ചതി സഭാ ചതിയന്മാരുടെ കൂടെ നിന്നുകൊണ്ട് സഭാ സിനഡിലെ മെത്രാന്മാർ എടുക്കുമോ എന്നും വിശ്വാസികൾ സഭാ സിനഡിലെ മെത്രാന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ ഔദ്യോഗിക സർക്കുലറുകൾ കത്തിക്കുകയും സഭയുടെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുകയും ചെയ്ത അൽമായരെയും വൈദിക ലോക തൊഴിലാളികളെയും സഭാ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്തതുവഴി എറണാകുളം രൂപത നേതൃത്വം എന്ത് സന്ദേശമാണ് സീറോ മലബാർ സഭയ്ക്ക് നൽകുന്നത്, അല്ലെങ്കിൽ രൂപത വിശ്വാസികൾക്ക് നൽകുന്നത് എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുകയാണ്. മാർപ്പാപ്പയ്ക്കും വത്തിക്കാനുമെതിരെ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്ന സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെ പോലും, സീറോ മലബാർ സഭയുടെ ബലിയർപ്പണത്തെ പോലും അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത സഭാവിരുദ്ധരുടെ ആവാസ കേന്ദ്രമായി മാറുകയാണോ സീറോ മലബാർ സഭയും അതിന്റെ ആസ്ഥാനവുമെന്ന് വിശ്വാസികളിൽ നിന്ന് വളരെ വേദനയോടുകൂടി ചോദിക്കുകയാണ് സഭാ നേതൃത്വത്തിനോട്. കുപ്രസിദ്ധ വ്യാജരേഖ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ചില പ്രത്യേക രേഖകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചുര പ്രചാരത്തിലാണ്. ആ രേഖകൾ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രേഖകൾ വിശ്വാസയോഗ്യമാണെങ്കിൽ, അതിൽ പറയുന്നത് പ്രകാരം സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരിൽ പലർക്കും ഈ വ്യാജരേഖ കേസിനെ പറ്റി അത് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായി വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കുവാൻ. അതിനർത്ഥം സീറോ മലബാർ സഭയിലെ പ്രത്യേക ചില സഭാപിതാക്കന്മാർ തന്നെയല്ലേ സഭാതലവനെ ചവിട്ടി പുറത്താക്കുവാൻ കരുതിക്കൂട്ടി നടത്തിയ ഗൂഢാലോചനയായ ഈ വ്യാജരേഖ കേസിന് പിന്നിലുള്ളത് എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ ഒക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ സിനഡിന്റെ തലവനെ, സഭയുടെ തലവനെ, തങ്ങളുടെ തന്നെ മുഖ്യനെ പുകച്ചു പുറത്ത് ചാടിക്കുവാൻ സീറോ മലബാർ സഭാ സിനഡിലെ മെത്രാന്മാർ തന്നെ മുൻപിട്ടിറങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് സഭാ സിനഡ് ഉത്തരം പറയേണ്ടി വരും. അത് നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇതിൽ ഒളിച്ചോടുവാൻ സഭാ സിനഡിലെ ഒരു മെത്രാനും അവകാശമില്ല എന്നുകൂടി മെത്രാന്മാർ ഓർക്കണം. ഈ ഒരു കാര്യം വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ മാസം തന്നെ കൂടുവാനിരിക്കുന്ന സിനഡിൽ നിങ്ങൾ ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സിനഡിലെ മെത്രാന്മാർ തന്നെ വ്യാജരേഖ കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നോ, അതോ ഈ ഗൂഢാലോചന നടക്കുന്ന കാര്യം ഇവർക്ക് കൃത്യമായി അറിവുള്ളതായിരുന്നു എന്നുള്ള കാര്യം സിനഡിൽ വ്യക്തമായി ചർച്ചയ്ക്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരം മെത്രാന്മാർക്കെതിരെ ശക്തമായി നടപടികൾ എടുക്കുവാൻ സിനഡ് തയ്യാറാകണം. അങ്ങനെയെങ്കിലും സിനഡിന്റെ നഷ്ടപ്പെട്ട വിശ്വസനീയത തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് സഭാപിതാക്കന്മാരെ എന്നാണ് സഭയുടെ സിനഡിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ അവസരത്തിലാണ് ഒരു പ്രധാന ചോദ്യം വിശ്വാസികളുടെ മനസ്സിലേക്ക് വരുന്നത്. സിനഡിലെ പിതാക്കന്മാർ എറണാകുളം വിമതരെ എന്തിനു ഭയപ്പെടുന്നു? മുഴുവൻ പിതാക്കന്മാർ അല്ലെങ്കിൽ പോലും സിനഡിലെ പല പിതാക്കന്മാരും എറണാകുളം വിമതരെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്.
നമ്മൾക്കൊക്കെ അറിയാം, വ്യാജരേഖാ കേസിലെ മുഖ്യ പ്രതികളൊക്കെയും എറണാകുളം വിമതരിൽപ്പെട്ടവരാണ്. ഒന്നെങ്കിൽ മുഖ്യപ്രതികൾ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവർ, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ, അവരെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്നവരൊക്കെ സഭാ ശത്രുക്കളും സഭാ വിമതരുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സഭാ ശത്രുക്കളെ, ഈ സഭാ വിമതരെ പിന്തുണച്ച സിനഡിലെ മെത്രാന്മാർ അവരെ ഭയപ്പെടുക തന്നെ വേണം. കാരണം സഭാ തലവനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ, അദ്ദേഹത്തിനെ പുകച്ചു പുറത്ത് ചാടിക്കുവാൻ സിനഡിലെ ചുരുക്കം ചില മെത്രാന്മാർ എന്തൊക്കെ കളികൾ കളിച്ചു. അവരുടെ റോളുകൾ എത്രയൊക്കെയാണ്, ഒരാൾ എവിടെ വരെ പോയി, മറ്റൊരാൾ എന്ത് ചെയ്തു, ഇവരുടെയൊക്കെ റോളുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ആരാരെ സഹായിച്ചു, ഇത്തരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ എറണാകുളം വിമതരിലെ പ്രമുഖരിൽ പലർക്കും അറിവുള്ളതായിരിക്കാം. അതാണ് ഈ മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തുവാൻ അവർ ഉപയോഗിക്കുന്ന ആയുധം. കാരണം ശക്തവും വ്യക്തവുമായ തെളിവുകളോടുകൂടി ഇത്തരം കാര്യങ്ങൾ വത്തിക്കാനിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ, മാർപ്പാപ്പയ്ക്ക് അത് ബോധ്യമായാൽ, വത്തിക്കാൻ അത് ബോധ്യമായാൽ, ഈ പറയുന്ന മെത്രാന്മാരുടെ മെത്രാൻ സ്ഥാനം തന്നെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് ഈ മെത്രാന്മാർക്കറിയാം. അപ്പോൾ അവർ തന്നെ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴാതിരിക്കുവാൻ അവർക്ക് നിവൃത്തിയില്ലാതെ, നിവൃത്തികേട് കൊണ്ട് ഈ പറയുന്ന വിമതരുടെ എല്ലാ കള്ളക്കളികൾക്കും എല്ലാ പിടിവാശികൾക്കും കൂട്ടുനിൽക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ഇതാണ് സീറോ മലബാർ സഭയിലെ പല മെത്രാന്മാരും എറണാകുളം വിമതരെ ഭയപ്പെടുവാൻ കാരണമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത്. ഇത് സത്യമല്ലേ എന്ന് നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എറണാകുളം രൂപതയിൽ വരുന്ന മെത്രാന്മാരും സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാന്മാരിൽ പലരും എറണാകുളം വിമതരെ ഇത്ര കണ്ട് ഭയപ്പെടുന്നത്? അവർ സഭയ്ക്കെതിരാണ്, മാർപ്പാപ്പയ്ക്കെതിരാണ്, വത്തിക്കാനെതിരാണ്, സഭയുടെ സംവിധാനങ്ങൾക്കൊക്കെ എതിരായിട്ട് പോലും അവർ പറയുന്നത് പോലെ അവർ വരച്ച വരയിൽ ഇവർ നിൽക്കണമെങ്കിൽ അതിന് പുറകിൽ വലിയൊരു രഹസ്യമുണ്ടാകാം. അത്തരമൊരു രഹസ്യമായിരിക്കാം ഈ വ്യാജരേഖ കേസിലെ ഗൂഢാലോചനയെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഇവിടെ സഭ നശിച്ചാലും പരിശുദ്ധ ബലിയർപ്പണം നടന്നില്ലെങ്കിലും സാരമില്ല, തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ ചില വിരുദ്ധന്മാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ കസേര സ്വപ്നം കണ്ട് നടക്കുന്നവരുമാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം സീറോ മലബാർ സഭയുടെ 35 രൂപതകളിൽ എറണാകുളം അതിരൂപതയിൽ മാത്രം ഇപ്പോഴും ഏകീകൃത ബലിയർപ്പണം, സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടക്കാതിരിക്കുവാനുള്ള മുഖ്യ കാരണങ്ങളിലൊന്ന് ഇത്. സഭാ സിനഡ് ചർച്ച ചെയ്യുക തന്നെ വേണം. സത്യം പുറത്തു വരണം. വിശ്വാസികൾ അതറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണെന്ന് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് കർത്താവിന്റെ മുൻപിൽ മറുപടി പറയുവാൻ സാധിക്കുകയുള്ളൂ സഭാപിതാക്കന്മാരെ എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്കും പറയുവാനുള്ളത്. ഇപ്പോൾ സീറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്ന പ്രധാന കീറാമുട്ടി ഈ വ്യാജരേഖ കേസ് തന്നെയാണ്. ഇതിൽ ഉൾപ്പെട്ട വിമതരും അവരുടെ തലതൊട്ടപ്പന്മാരായ സീറോ മലബാർ സഭാ സിനഡിലെ ചില മെത്രാന്മാരും ഈ വ്യാജരേഖ കേസിന് പിന്നിലുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും, വായിച്ചു കാണും. ചില വീഡിയോകൾ തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മുൻ സഭാ തലവനും കർദിനാളുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ ഈ വ്യാജരേഖ കേസ് എങ്ങനെയുണ്ടായി? ഈ ഒരു ചോദ്യം പല വിശ്വാസികൾക്കും അറിയില്ല. അവർ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളത്തുള്ള വിശ്വാസികളുടെ മനസ്സിലേക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അവരെ സത്യത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എറണാകുളത്തെ വിമതർക്ക് സാധിച്ചു, ലോക തൊഴിലാളികൾക്ക് സാധിച്ചു. എന്നാൽ സത്യസന്ധമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വ്യാജരേഖ കേസ് എങ്ങനെയുണ്ടായി? മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ എന്തിനാണ് വ്യാജരേഖ കേസ് ഉണ്ടായത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഈ ചോദ്യം തീർച്ചയായിട്ടും സഭാവിശ്വാസികളും സഭാ സിനഡും
ചർച്ച ചെയ്തേ മതിയാകൂ. സത്യം ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾക്കൊക്കെ അറിയാം, മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനം ഏറ്റെടുത്തതോടൊപ്പം തന്നെ എറണാകുളം അതിരൂപതയിലെ മെത്രാപ്പോലിത്തയുടെ സ്ഥാനവും അദ്ദേഹത്തിന് തന്നെ വന്നു ചേർന്നു, അല്ലെങ്കിൽ വന്നു ചേരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തോടൊപ്പം എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായപ്പോൾ അവിടെ നടന്നിരുന്ന ചില അതിക്രമങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ നിർത്തലാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. ആ സമയത്ത് എറണാകുളം അതിരൂപതയെ അടച്ചു ഭരിച്ചിരുന്ന, അടച്ചു വാണിരുന്ന രൂപതയെയും ചില ദേവാലയങ്ങളെയും രൂപതയുടെ സ്ഥാപനങ്ങളെയും ഒക്കെ അടച്ചു ഭരിച്ചിരുന്ന ചില വൈദിക വേഷധാരികൾക്ക് കടിഞ്ഞാണിടുവാൻ മാർ ജോർജ് ആലഞ്ചേരി ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പതനത്തിന്റെ ആദ്യത്തെ നാഴികക്കല്ലായി മാറിയത്. അങ്ങനെ ചില ലോഹധാരികൾക്ക് കടിഞ്ഞാണിടുകയും കടിഞ്ഞാണിടുവാനുള്ള പ്രാരംഭ നടപടികൾ എടുക്കുകയും അവരുടെ സാമ്പത്തിക തിരിമറികൾ കണ്ടുപിടിക്കുകയും അതിനെതിരെ ശക്തമായ താക്കീത് കൊടുക്കുകയും ചെയ്തത് അവരെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചില പ്രത്യേക മെത്രാന്മാർക്കെതിരെയും സാമ്പത്തിക തിരിമറികൾ ഉണ്ട് എന്ന് മാർ ജോർജ് ആലഞ്ചേരിക്ക് മനസ്സിലാകുകയും അദ്ദേഹം അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സഭാ നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നവരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. ഇതൊക്കെ അവരെയും ചൊടിപ്പിച്ചിരിക്കാം. അപ്പോൾ എറണാകുളത്തെ വിമത ലോഹധാരികളും ഇത്തരം മെത്രാന്മാരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് നടപ്പിലാക്കിയതാണ് വ്യാജരേഖ കേസ് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാവുകയാണ്. അങ്ങനെ ഇവരുടെയൊക്കെ പൊതുശത്രുവായ മാർ ജോർജ് ആലഞ്ചേരി എന്ന ശത്രുവിനെ എറണാകുളത്തു നിന്ന് കച്ചകെട്ടിക്കുവാൻ, അവിടെ നിന്ന് ഓടിച്ചു വിടുവാൻ, സഭയുടെ തലവന്റെ സ്ഥാനത്തു നിന്ന് തന്നെ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുന്ന സമയത്താണ് സഭയുടെ ഏകീകൃത ബലിയർപ്പണം എന്ന മറ്റൊരു കീറാമുട്ടി, ക്ഷമിക്കണം, അതിനെ ഇപ്പോൾ കീറാമുട്ടി എന്ന് തന്നെ പറയണം, കാരണം ആർക്കും ദഹിക്കാത്ത, സഭയെ നാണം കെടുത്തിയ ഈ ഒരു ഏകീകൃത ബലിയർപ്പണം വഴി ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ നാണംകേടായി മാറിയ, മാർപ്പാപ്പയുടെ വാക്കിന് വിലയില്ലാതാക്കി മാറ്റിയ, വത്തിക്കാന്റെ വാക്കിന് വിലയില്ലാതാക്കി മാറ്റിയ, സീറോ മലബാർ സഭയുടെ സിനഡിന് വിലയില്ലാതാക്കി മാറ്റിയ ഈ ഏകീകൃത ബലിയർപ്പണം നടപ്പിൽ വരുത്തുവാൻ മുൻപിൽ നിന്ന് പ്രവർത്തിച്ചതും മാർ ജോർജ് ആലഞ്ചേരി ആയി കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ, അതുവഴി പരിശുദ്ധ ബലിയർപ്പണത്തെ പോലും വ്യഭിചരിക്കുവാൻ അല്ലെങ്കിൽ തള്ളിക്കളയുവാൻ, അംഗീകരിക്കാതിരിക്കുവാൻ എറണാകുളം വിമതർ കളിച്ച നെറികെട്ട കളിയാണ് ഇന്ന് എറണാകുളത്തിന്റെ ശാപമായി മാറിയിരിക്കുന്നത്. കാരണം അവരുടെ ബദ്ധശത്രുവായ മാർ ജോർജ് ആലഞ്ചേരി മുൻപിൽ നിന്ന് ഏകീകൃത ബലിയർപ്പണം ആഗോള സീറോ മലബാർ സഭയിൽ മുഴുവനിലും നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചുകെട്ടുവാൻ പിന്നീട് സാധിക്കുകയില്ല എന്ന് ഈ വിമതർക്ക് മനസ്സിലായതാണ്. എറണാകുളത്ത് ഇന്ന് ഏകീകൃത ബലിയർപ്പണം നടത്താതിരിക്കുവാനുള്ള, നടപ്പിലാക്കാതിരിക്കുവാനുള്ള ഏക കാരണമായി നമ്മൾക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ വിശ്വാസികൾ മനസ്സിലാക്കുന്നത്, അല്ലാതെ മറ്റൊരു കാരണം ഏകീകൃത ബലിയർപ്പണത്തിനെതിരായിട്ടില്ല. ഈ പറയുന്ന ഏകീകൃത ബലിയർപ്പണം തന്നെയാണ് സീറോ മലബാർ സഭയുടെ മുഖമുദ്ര, സീറോ മലബാർ സഭയുടെ ആധികാരിക ബലിയർപ്പണം, സീറോ മലബാർ സഭയുടെ പൗരാണിക ബലിയർപ്പണം. ഇതൊക്കെ ഈ ഏകീകൃത ബലിയർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. 34 രൂപതകളും അതനുസരിക്കുമ്പോൾ എറണാകുളം രൂപത മാത്രം അതനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് മാർ ജോർജ് ആലഞ്ചേരിയോടുള്ള വൈരാഗ്യമായിരുന്നു എന്നുള്ള നഗ്നസത്യം ഇന്ന് പകൽ പോലെ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പോലും സ്ഥാനമൊഴിഞ്ഞിട്ടും ഇപ്പോഴും കുർബാന വിഷയത്തിൽ ഇവർ അടുക്കാത്തതിന് പിന്നിലും മറ്റൊരു രഹസ്യമുണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കേണ്ട തീയതികളിൽ സീറോ മലബാർ സഭയിലെ 4 or 5 രൂപതകളിൽ ആ തീയതികളിൽ ഇത് നടപ്പിലായില്ല എന്നുള്ള നഗ്നസത്യം ആദ്യം വിശ്വാസികൾ മനസ്സിലാക്കണം. അതിന് പുറകിൽ പ്രവർത്തിച്ച ആ രൂപതകളിലെ മെത്രാന്മാർ ഒക്കെയും ഈ വ്യാജരേഖ കേസിന് പിന്നിലുണ്ടോ എന്നുള്ളതും ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. കാരണം ഈ പഞ്ചഭൂത മെത്രാന്മാരിൽ പലരും അക്കൂട്ടത്തിലുള്ളവരാണ്. അവരുടെ രൂപതകളിലും
അവർ ഏകീകൃത ബലിയർപ്പണം നടത്താതിരിക്കുവാൻ, അങ്ങനെ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഒറ്റപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചപ്പോൾ അവരുടെ രൂപതകളിലെ വിശ്വാസികൾ ഒറ്റക്കെട്ടായി അതിനെ എതിർത്ത് തോൽപ്പിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ ഇത്തരം കാര്യങ്ങൾ വത്തിക്കാൻ അറിഞ്ഞാൽ തങ്ങളുടെ മേൽ നടപടികൾ വരുമെന്ന് ചിന്തിച്ച് മറ്റൊരു നിവൃത്തിയുമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ തങ്ങളുടെ രൂപതകളിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ നിർബന്ധിതരായി തീർന്നപ്പോൾ എറണാകുളത്തുള്ള സഭാശത്രുക്കളായ വിമതർ ഒറ്റക്കെട്ടായി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് മാർ ജോർജ് ആലഞ്ചേരിയെ ക്രൂശിക്കുവാൻ തയ്യാറാവുകയും അതിന് ഈ പറയുന്ന മെത്രാന്മാർ വെള്ളവും വളവും നൽകുകയും ചെയ്തു. ഇവിടെയാണ് സീറോ മലബാർ സഭാ സിനഡ് കണ്ണും വായും മൂടിക്കെട്ടി മാറി നിന്നത്. അന്ന് മെത്രാൻ സിനഡ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ സഭാശത്രുക്കളായ മെത്രാന്മാർക്കും വൈദിക വേഷധാരികൾക്കുമെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ സീറോ മലബാർ സഭയിൽ ഇന്ന് ഈ കാണുന്ന അധപ്പതനം ഉണ്ടാവുകയില്ലായിരുന്നു. അങ്ങനെ ഒരു നടപടി സഭാ സിനഡിൽ നിന്ന് ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് വെറും പാഴ്വസ്തുവായി മാറിയിരുന്ന മറ്റൊരു പ്ലാനിംഗ് മെത്രാൻ വിമതരുമായി ഒത്തുചേർന്ന് അദ്ദേഹത്തിന്റെ 18ാമത്തെ അടവ് പുറത്തെടുത്തുകൊണ്ട് ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ എറണാകുളത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും അവിടെയും ഏകീകൃത ബലിയർപ്പണം നടക്കുകയും ചെയ്യുമെന്ന് വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ മാർ ജോർജ് ആലഞ്ചേരി സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തിന്റെ രക്തസാക്ഷിയായി തന്റെ രാജി സമർപ്പിക്കുകയും ചെയ്തത്. ഇവിടെ മറ്റൊരു പ്രധാന വസ്തുതയും നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും കുർബാന വിഷയത്തിൽ ആലഞ്ചേരി പിതാവും തെറ്റുകാരൻ തന്നെയാണ്. അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ശക്തവും വ്യക്തവുമായുള്ള ഉത്തരം ഒന്നേയുള്ളൂ. കുർബാന വിഷയത്തിൽ അദ്ദേഹം ഉറച്ച നിലപാടുകൾ എടുത്തിരുന്നുവെങ്കിൽ നടപടികൾ എടുക്കാതിരുന്നതിന് കാരണമെന്താണ്? കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്തിനെ ഭയപ്പെടുന്നു എന്നെങ്കിലും വ്യക്തമാക്കേണ്ടതാണ്. തന്റെ രാജിക്ക് മുൻപെങ്കിലും വിമത ലോഹ തൊഴിലാളികളിൽ 10-12 പേരെയെങ്കിലും സഭയുടെ നന്മയ്ക്ക് വേണ്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ചേർത്തുകൊണ്ട് എറണാകുളത്തെ കുരിയ അഴിച്ചു പണിതിരുന്നുവെങ്കിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ 16 മണിക്കൂർ നീണ്ട ആഭിചാര കുർബാന നാടകം നടത്തിയ 32 വൈദിക തൊഴിലാളികളെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ മൗണ്ട് സെന്റ് തോമസിൽ ഇപ്പോഴും ഇത്തിൽ കണ്ണി പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന മെത്രാൻ സ്ഥാനം സ്വപ്നം കാണുന്ന ചില വിദ്വാൻമാരെ പുറത്താക്കിയിരുന്നുവെങ്കിൽ എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. സഭയ്ക്ക് ഇന്നത്തെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവും കുറ്റക്കാരനാണ് എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കുകയില്ല. ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സീറോ മലബാർ സഭ മെത്രാൻ സിനഡിന് കിട്ടിയ അവസാനത്തെ ചാൻസ് ആണ് ഈ ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന മെത്രാൻ സിനഡ്. അതിലെങ്കിലും നന്മ ചെയ്ത് സഭയുടെ ഈ നാശത്തിനൊക്കെ കാരണമായ എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികൾക്കും വിമത അൽമായർക്കുമെതിരെ നടപടിയെടുത്തുകൊണ്ട് സഭയെ ശുദ്ധീകരിക്കുന്നതിന് പകരം ഇപ്പോഴും വ്യാജരേഖ കേസിൽ ഒപ്പിട്ടിട്ടുള്ളവരെയും അതിന് കൂട്ടുനിന്നവരെയും ഇതിനൊക്കെ കാരണക്കാരായവരെയും സഭയിൽ നിന്ന് അകറ്റി നിർത്തുവാനും സീറോ മലബാർ സഭയെയും അതുവഴി ആഗോള കത്തോലിക്ക സഭയെയും നാണം കെടുത്തുകയും ഒടുവിൽ മാർപ്പാപ്പയെ പോലും വെല്ലുവിളിക്കുകയും ചെയ്ത എറണാകുളം വിമതരുടെ നേരെ കണ്ണടയ്ക്കുകയും 16 മണിക്കൂർ നീണ്ട ആഭിചാര കുർബാന നാടകം നടത്തിയവരെ പോലും ശിക്ഷിക്കാതെ വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമായ സിനഡും സിനഡ് മെത്രാന്മാരും അവർക്ക് വത്തിക്കാൻ അനുവദിച്ചു കൊടുത്ത അവസാന അവസരവും നഷ്ടപ്പെടുത്തുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം പാലായിൽ അൽഫോൻസ ഹാളിൽ നടക്കുവാൻ പോകുന്ന സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പിക്കൽ അസംബ്ലിയിലേക്ക് സഭാവിരുദ്ധരായ വ്യാജരേഖ കേസിന് പിന്നിൽ പ്രവർത്തിച്ച ഏകീകൃത കുർബാനയ്ക്കെതിരെ നിൽക്കുന്ന എറണാകുളം വിമതരെ, അത് വൈദികരായാലും അൽമായരായാലും അങ്ങനെയുള്ളവരെ
ക്ഷണിതാക്കളാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികളുടെ ഏറ്റവും വലിയ പരാതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അസംബ്ലിയിലെ ചർച്ചാ വിഷയം വിശ്വാസ രൂപീകരണവും സഭാ നവീകരണവുമാണ് എന്നുള്ളതാണ്. ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ സഭാവിരുദ്ധരായ വിമതരും ഉൾപ്പെടുന്നു. എന്തൊരു വിരോധാഭാസം! സിനഡ് ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് വിശ്വാസികളുടെ ചോദ്യം. നിങ്ങൾ നടപടിയെടുത്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ അവസാന അവസരമായി മാറുകയാണ് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ്. വത്തിക്കാൻ തങ്ങളുടെ നടപടികൾ തുടങ്ങുന്നു എന്ന് വേണം അനുമാനിക്കുവാൻ. കാരണം അവർ ഒരു പ്രത്യേക സംഘത്തെ വളരെ രഹസ്യമായി കേരളത്തിലേക്ക് അയക്കുകയും ആ ദൗത്യ സംഘം കേരളത്തിലെ പല രൂപതകളിൽ നിന്നും, എറണാകുളത്തു നിന്നും, അതിലുപരി നമ്മുടെ സഹോദര സഭകളിൽ നിന്ന് പോലും നേരിട്ട് അന്വേഷിച്ച് പരിശുദ്ധ ബലിയർപ്പണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ റിപ്പോർട്ട്, ഒരു രഹസ്യ റിപ്പോർട്ട് വത്തിക്കാൻ സമർപ്പിച്ചു കഴിഞ്ഞു. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതാണ്. എന്നാൽ ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവുമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വത്തിക്കാന്റെ രഹസ്യ സ്വഭാവം. അതുകൊണ്ട് തന്നെ സിനഡിന് കിട്ടുന്ന അവസാന അവസരമായി ഈ സിനഡ് സമ്മേളനത്തെ കണ്ടുകൊണ്ട് തെറ്റുകാർക്കെതിരെ നടപടികൾ എടുക്കുക, കോംപ്രമൈസ് ഫോർമുലകളുമായി വരുന്നവരെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് സഭയുടെ ശക്തീകരണത്തിന് വേണ്ടി ശക്തമായ നടപടികൾ സിനഡ് സ്വീകരിക്കണമെന്നാണ് വിശ്വാസികളോടൊപ്പം വോയിസ് ഓഫ് ട്രൂത്തും ആവശ്യപ്പെടുന്നത് എന്ന് പ്രിയ പിതാക്കന്മാർ അറിയണം. അവസാനമായി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് ഓഗസ്റ്റ് മാസം നടക്കുവാൻ പോകുന്ന സഭാ സിനഡിനോട് പറയുവാനുള്ള ഒരേ ഒരു അഭ്യർത്ഥന, ഒരേ ഒരു പ്രാർത്ഥന, നിങ്ങൾ ഇനിയെങ്കിലും വായ് തുറക്കൂ സിനഡ് മെത്രാന്മാരെ എന്നാണ്. വ്യാജരേഖ കേസിലും ഗൂഢാലോചനകളിലും ഒന്നും ഉൾപ്പെടാത്ത വളരെയധികം മെത്രാന്മാർ നമ്മുടെ സഭാ സിനഡിലുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും വായ് മൂടിയിരിക്കാതെ വായ് തുറന്ന് സംസാരിക്കൂ, സത്യത്തിന് വേണ്ടി സംസാരിക്കൂ, തെറ്റിനെതിരെ സംസാരിക്കൂ. സാത്താൻ അടിമപ്പെടാതെ സഭാവിരുദ്ധരായിട്ടുള്ള ലോഹത്തൊഴിലാളികൾക്കും വേണ്ടി വന്നാൽ നിങ്ങളുടെ സഹവർത്തികളായ സഭാവിരുദ്ധരായിട്ടുള്ള മെത്രാന്മാർക്കും എതിരായിട്ടുള്ള ശക്തമായ നടപടികൾ എടുക്കുവാൻ നിങ്ങൾ മുൻപോട്ട് വരണം മെത്രാന്മാരെ. ഇനിയെങ്കിലും നിങ്ങൾ വായി തുറന്നില്ലെങ്കിൽ അത് നിങ്ങൾ സീറോ മലബാർ സഭയോടും ആഗോള കത്തോലിക്ക സഭയോടും ചെയ്യുന്ന വളരെ വലിയ വഞ്ചനാ കുറ്റമായി മാറും. കാരണം ഇത് നിങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. സഭയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, വിശ്വാസികളെ വിശ്വാസത്തിൽ സംരക്ഷിച്ചു നിർത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ തന്നെ തെറ്റിനെതിരെ കണ്ണടച്ചുകൊണ്ട് വായ് മൂടി ഇരുന്നു കഴിയുമ്പോൾ തെറ്റ് ചെയ്യുന്നവർ പൂർവാധികം ശക്തിയോടെ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് കൂപ്പുകുത്തുകയാണ്. എന്നാൽ ഇവിടെ ഈ സൈഡിൽ നിന്ന് വളരെ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം സിനഡിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ നടന്ന ചില പ്രത്യേക കാര്യങ്ങൾ, അതിൽ നമ്മൾ കണ്ട ചില ചിത്രങ്ങൾ സിനഡിൽ എന്തായിരിക്കാം നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിശ്വാസികൾ കാണുന്നത്. സിനഡിലെ പ്രതീക്ഷ കൈവിട്ടു പോകുന്ന ഒരു അവസരത്തിലാണ് സിനഡ് വീണ്ടും ചതിക്കുമോ എന്ന് വിശ്വാസികൾ സിനഡിലെ മെത്രാന്മാരോട് ചോദിക്കുന്നത്. നിങ്ങൾ വീണ്ടും ഞങ്ങളെ ചതിക്കുവാൻ പോവുകയാണോ? സിനഡ് അട്ടിമറിക്കപ്പെടുവാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ഈ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വന്ന കാര്യമാണ്. ഇതിനും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ പത്രസമ്മേളനത്തിലേക്ക് പറഞ്ഞു വിട്ടവരൊക്കെ സഭയുടെ ശത്രുക്കളാണോ, മിത്രങ്ങളാണോ, സഭയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണോ, സഭയെ ശക്തിപ്പെടുത്തുവാൻ നിൽക്കുന്നവരാണോ, അതോ വിമതരോടൊപ്പം ചേർന്നുകൊണ്ട് സഭയെ നശിപ്പിക്കുവാൻ, കസേരകൾ പിടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ എന്ന് സീറോ മലബാർ സഭയുടെ സിനഡാണ് ഉത്തരം പറയേണ്ടത് വിശ്വാസികൾക്ക് വേണ്ടി. എന്തൊക്കെയായാലും വിശ്വാസികൾ അവരുടെ പ്രതീക്ഷ കൈവിടാതെ മെത്രാൻ സിനഡിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെത്രാൻ സിനഡിനോട് അവസാനമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും നടപടികൾ എടുക്കൂ. സഭയെ ചതിച്ച, സിനഡിനെ ചതിച്ച, വത്തിക്കാനെയും മാർപ്പാപ്പയും ചതിച്ച നിങ്ങളുടെ സഹവർത്തികളായ മെത്രാന്മാർക്കെതിരെ വേണം നിങ്ങൾ ആദ്യം നടപടികൾ എടുക്കുവാൻ. അതിനുശേഷം എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ,
അതെത്ര പേരായാലും സഭയ്ക്കെതിരെ നിൽക്കുന്നവരെ എല്ലാവരെയും സഭയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് സഭാ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന, സഭയോടൊപ്പം നിൽക്കുന്ന വൈദിക ശ്രേഷ്ഠരെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. നമ്മുടെ സിനഡ് വീണ്ടും നന്മയുടെ ഭാഗത്തേക്ക് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, സിനഡിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, സഭാ ശത്രുക്കളായിട്ടുള്ളവരെ മെത്രാൻ സ്ഥാനത്തേക്ക് അവരോധിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന സിനഡിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. സീറോ മലബാർ സഭയുടെ ശക്തീകരണം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.